നവകേരള സദസ്സ് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന മുഖാമുഖം പരിപാടി. അതിനൊക്കെ ശേഷം വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കുന്ന മുഖാമുഖം പരിപാടിയായ നവകേരള സ്ത്രീ സദസ്സ് ഇന്ന് നെടുമ്പാശ്ശേരിയിൽ നടക്കാനിരിക്കുകയാണ്. രാവിലെ 9:30 നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സദസ്സിൽ മന്ത്രിമാർ, സാമൂഹ്യ രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകുന്നുണ്ട്. എസ് ഷീജ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം തത്സമയം. ഷീജയിലേക്ക് എത്തും മുൻപ് ഈ പരിപാടി ഇന്ന് നടക്കുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് സിയാൽ കൺവെൻഷൻ സെന്ററിൽ ഈ പരിപാടി നടക്കുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ മേഖലകളിൽ സമൂഹത്തിൽ ആളുകളോട് നേരിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംവദിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നവകേരള സദസ്സ് എന്ന ആ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായും നടന്നടുക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ പരിപാടികളൊക്കെയും സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഷീജ ചേരുന്നുണ്ട് ഇപ്പോൾ. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് ഷീജ. ഗുഡ് മോർണിംഗ് കാവ്യ. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നവകേരള സദസ്സ്, അതിനുശേഷം വിദ്യാർത്ഥികളെ മുഖ്യമന്ത്രി നേരിട്ട് കാണുന്ന അവരുടെ ആശയങ്ങളൊക്കെയും സ്വീകരിക്കുന്ന മുഖാമുഖം പരിപാടി. ഇപ്പോൾ ഇതാ സ്ത്രീ സദസ്സും. ഇന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ? തീർച്ചയായും കാവ്യ, ഇതിപ്പോൾ മൂന്നാമത്തെ മുഖാമുഖമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇവിടെ എറണാകുളത്ത് നടക്കുന്ന ആദ്യത്തെ മുഖാമുഖം എന്നതെടുത്ത് പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിവിധ മേഖലകളിലുള്ള സ്ത്രീകളുമായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി സംവദിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് മുഖാമുഖത്തിലും കണ്ടതാണ്. ആദ്യം വിദ്യാർത്ഥികളുടെ മുഖാമുഖം സംഘടിപ്പിച്ചപ്പോൾ തന്നെ വലിയ ഒരു പങ്കാളിത്തം, 2000 പേരെയാണ് അവർ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പോലും അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ അതിൻ്റെ ഒരു ഭാഗമായി. അതോടൊപ്പം തന്നെ അവർക്ക് സർക്കാരിനോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യങ്ങൾ പറയുവാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടായത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവർ സദസ്സിലേക്ക് എത്തി വിശദീകരിക്കുന്നു. ആ രീതിയിൽ വലിയൊരു പങ്കാളിത്തം കൊണ്ടും അവരുടെ ആശയങ്ങൾ കൊണ്ടും ഒക്കെ വ്യത്യസ്തമായതായിരുന്നു വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവദിക്കലെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന മുഖാമുഖം അത് യുവജനങ്ങളുമായിട്ടുള്ളൊരു മുഖാമുഖമായിരുന്നു. അതിലും നമുക്ക് കാണാൻ സാധിച്ചത് വിവിധ കോണിൽ നിന്നുള്ളവരുടെ ഒരു പങ്കാളിത്തമാണ്. അവിടെ എത്തുന്ന ഓരോ വ്യക്തികളും പറഞ്ഞത്, ഞങ്ങളെ കേൾക്കാൻ ഒരു സർക്കാർ തയ്യാറാകുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. കാരണം അത്തരത്തിൽ ഒരാശയം ആരും ഇതുവരെ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുള്ളൊരു അവസരം ഞങ്ങൾക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായ രീതിയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ള കാര്യം പറഞ്ഞു തന്നെയാണ് ആ സദസ്സിലേക്ക് ഓരോ വ്യക്തികളും എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നും അതിന് സമാനമായ സാഹചര്യം തന്നെയാണ്. അതും സ്ത്രീകൾക്ക് ഈ സർക്കാർ ഏത് രീതിയിൽ പ്രാധാന്യം നൽകുന്നു അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് തിരഞ്ഞെടുത്ത 10 മേഖലകളിൽ നിന്നുള്ളവരുമായിട്ടാണ് ഈ രീതിയിൽ മുഖാമുഖം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ മൂന്നാമത്തെ മുഖാമുഖത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇന്ന് സ്ത്രീകളുമായിട്ടാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇതിലുണ്ടാകും, ജനപ്രതിനിധികളുണ്ടാകും. അത് എല്ലാ തലത്തിലുമുള്ള താഴെത്തട്ട് മുതൽ ഉള്ള ജനപ്രതിനിധികളുടെ പങ്കാളിത്തമുണ്ട്. കലാ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യമുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യമുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നുള്ളൊരു സ്ത്രീകളുടെ പ്രാതിനിധ്യവും ഈ ഒരു സദസ്സിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഈ 2000-ഓളം പേരെയാണ് ഇതിലും പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ പങ്കാളിത്തം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 9:30-ക്കാണ് ഈ മുഖാമുഖം പരിപാടിക്ക് തുടക്കമാകുക. ഇതിൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് മന്ത്രി വീണ ജോർജ് ആണ്. അതിനൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് 2 വനിതാ മന്ത്രിമാർ കൂടി ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ചിഞ്ചു റാണിയും അതോടൊപ്പം തന്നെ മന്ത്രി ആർ ബിന്ദുവും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ജില്ലയുടെ ചുമതലക്കാരൻ എന്ന രീതിയിൽ മന്ത്രി പി രാജീവും ഇതിൽ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും. ഏതായാലും ആമുഖമായി തന്നെ സർക്കാർ ഏത് രീതിയിലാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് എന്ന കാര്യം മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതായിരിക്കും. അതിനുശേഷം സ്ത്രീകൾ, ഈ വിവിധ മേഖലകളിൽ നിന്നും എത്തിയിട്ടുള്ള സ്ത്രീകൾ, അവർക്ക് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അവരുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും ആശയങ്ങൾ കേട്ടതിന്
ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു 12:30 കൂടിയായിരിക്കും മുഖ്യമന്ത്രി ഇതിനുള്ള മറുപടി നൽകുക. അങ്ങനെ 1 മണിയോടുകൂടിയായിരിക്കും ഈ ഒരു മുഖാമുഖം പരിപാടി അവസാനിക്കുക. ഏതായാലും ഈ ഒരു മുഖാമുഖത്തിലേക്ക് ഒരു 8 മണി കഴിയുമ്പോഴേക്കും ഇതിൽ പങ്കെടുക്കുന്നവർ എത്തിത്തുടങ്ങും. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ കൂടി ലഭ്യമാക്കാൻ സാധിക്കും. ഏതായാലും വലിയൊരു പങ്കാളിത്തം തന്നെയാണ് ഇന്നും ഈ 3ാമത്തെ മുഖാമുഖത്തിൽ എത്തി നിൽക്കുമ്പോഴും പ്രതീക്ഷിക്കുന്നത്. കാവ്യ. ഷീജ, ഇപ്പോൾ ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി, അല്ലെങ്കിൽ ഏത് നിലയ്ക്കാണ് സർക്കാർ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണോ, അല്ലെങ്കിൽ പാർട്ടി പരിപാടികൾക്ക് സമാനമായ ഒരു പരിപാടി നടത്തുകയാണോ എന്നിങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ മറുഭാഗത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്ന നിരവധിയായ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ മുഖാമുഖം പരിപാടി വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചുകൊണ്ട് കോഴിക്കോട് നടന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം പറയുകയുണ്ടായി, ദീർഘനേരമായി ഞാൻ പ്രസംഗിക്കുന്നു എന്നത്. ആ ദീർഘനേരത്തെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു കാണിച്ച പല കാര്യങ്ങളും ഈ വിദ്യാർത്ഥികളുടെ സംഭാവനകൾ കൊണ്ട് കേരളം ഏതൊക്കെ മേഖലകളിൽ നേട്ടം കൈവരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഭകൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രതിഭയിൽ നിന്ന് ഉയർന്നു വരുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മണിക്കൂറുകൾ എടുത്ത് സംസാരിക്കുകയും തുടർന്ന് മുന്നോട്ട് പോകുന്നതിൽ വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ ഏതൊക്കെ നിലയ്ക്ക് ഉപകാരപ്രദമാകും എന്ന ആ ഒരു വിഷയത്തെ പറ്റിയായിരുന്നു. ഈ പരിപാടി പൂർത്തിയാകുമ്പോൾ കോഴിക്കോട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞ ഒരു കാര്യമുണ്ട്. 60 ചോദ്യങ്ങളോളം വിദ്യാർത്ഥികൾ ചോദിച്ചു, അല്ലെങ്കിൽ സംവദിച്ചു. ഇതിൽ ഒരു കാര്യം പോലും പുറത്തേക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത രീതിയിലുള്ള ഏറ്റവും മികച്ച ആശയങ്ങളായിരുന്നു വന്നത് എന്ന്. സമാനമായ ഒരു സാഹചര്യം മുന്നോട്ട് പോകുന്ന ഓരോ പരിപാടിയിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ പരിപാടിയും ഇപ്പോൾ ഈ ഓരോ മേഖലകളിൽ നടത്തുമ്പോൾ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഈ പരിപാടിയിൽ യുവജനങ്ങളുടെ ഒരു പങ്കാളിത്തം കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ. അതുപോലെയാണ് ഇപ്പോൾ ഈ സ്ത്രീ സദസ്സ്. പ്രധാനമായും ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ അതെങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് എടുക്കാൻ ലക്ഷ്യം വെക്കുന്നത്? അതായത് കാവ്യ, പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മേഖലകളെ പ്രത്യേകമായി തിരിച്ചുകൊണ്ടാണ് ഈ ഒരു മുഖാമുഖം സംഘടിപ്പിക്കുന്നത്. ആ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ ആശയങ്ങൾ കേൾക്കുക, അവർക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നതൊക്കെ മുൻനിർത്തിയാണ് ഈ ഒരു മുഖാമുഖം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നവകേരള സദസ്സ് എന്നുള്ളത് വലിയ വിജയമായിരുന്നു. കാരണം അത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടായി, ജനങ്ങൾക്ക് പറയാനുള്ളൊരു വേദിയായി പ്രഭാത സദസ്സ് മാറി. ആ രീതിയിൽ വലിയൊരു പങ്കാളിത്തം പ്രഭാത സദസ്സ് തന്നെയായിരുന്നു നവകേരള സദസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്നുള്ളത് എടുത്തു പറയുന്നത്. കാരണം അവിടെ ഈ പറയുന്നത് പോലെ തന്നെ ഓരോ മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴും ആ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥി പ്രതിനിധി മുതൽ എല്ലാ മേഖലയിൽ നിന്നുള്ളൊരു പ്രതിനിധികളും അതിൻ്റെ ഭാഗമാകുന്നു. സാധാരണക്കാരുടെ പ്രതിനിധി വരെ ഉണ്ടാകുന്നു. അതിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ 10 മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു മുഖാമുഖം പരിപാടി നവകേരള സദസ്സിൻ്റെ തുടർച്ച എന്ന രീതിയിൽ ഈ ഒരു മുഖാമുഖത്തിലേക്ക് സർക്കാർ എത്തിയത്. അതിൻ്റെ ഭാഗമായി ഈ 10 മേഖലകൾ തിരിച്ചുകൊണ്ടുള്ള മുഖാമുഖവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. ഏതായാലും ഈ മുഖാമുഖങ്ങളിൽ നിന്നും ഇതിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും ലഭിക്കുന്ന ആശയങ്ങൾ അതൊക്കെ ക്രോഡീകരിച്ച് അതിന്മേൽ വരേണ്ട മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിൽ സർക്കാരിന് ആ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപെടൽ നടത്താൻ സാധിക്കും, ഓരോ മേഖലയിലും സർക്കാർ നൽകുന്ന പ്രാധാന്യം എന്ത് എന്നുള്ളത് സർക്കാർ തന്നെ മുഖ്യമന്ത്രി തന്നെ ഓരോ യോഗങ്ങളിലും അവരോട് കൃത്യമായ രീതിയിൽ ആമുഖ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നതായിരിക്കും. തുടർന്ന് അവരുടെ ആശയങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. അത് ക്രോഡീകരിച്ച് തുടർ നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ലഭിച്ച നിവേദനങ്ങളുണ്ട്. ആ പരാതികളിൽ കൃത്യമായ രീതിയിൽ അത് സോർട്ട് ചെയ്തുകൊണ്ട് ഓരോ വകുപ്പുകൾക്ക് നൽകേണ്ടത് ആ രീതിയിൽ വകുപ്പ് തലത്തിലേക്ക് മാറ്റി വകുപ്പ് തല പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇവരുടെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിൽ തുടർ നടപടി ക്രോഡീകരിച്ച് ഏത് രീതിയിൽ അതിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ളത് സർക്കാർ തലത്തിൽ ആലോചിച്ച് അത് ഈ മുഖാമുഖം പൂർത്തിയാകുമ്പോഴായിരിക്കും അതിൻ്റെ തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുക. കാവ്യ. ശരി ഷീജ, താങ്ക് യു. എന്തായാലും ഷീജ പറഞ്ഞതുപോലെ തന്നെ 8 മണിയോടുകൂടി അവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആളുകളൊക്കെയും എത്തിച്ചേരും. 9:30 പരിപാടിയുടെ സമയം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുന്നുണ്ട്, മന്ത്രിമാരൊക്കെയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.